ഹരിതകർമ്മസേന യൂസർ ഫീസ് വർദ്ധിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി മുക്കത്തെ വ്യാപാരികൾ. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് 50 രൂപയിൽ നിന്നും 100 രൂപയാക്കി ഉയർത്താനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മുക്കം നഗരസഭ ഭരണസമിതി യോഗം തീരുമാനമെടുത്തത്. ഇതിനെതിരെ വ്യാപാരികൾ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും നിവേദനം നൽകി. മുക്കം നഗരസഭയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്ന ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് 50 രൂപയിൽ നിന്ന് 100 രൂപയാക്കി ഉയർത്താൻ തീരുമാനിച്ചതിനെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിവേദനം നൽകി. നിലവിൽ ലൈസൻസ് ഫീസ് വർധനവ്, തൊഴിൽ നികുതി വർധനവ്, വാടക വർധനവ്, വൈദ്യുതി ചാർജ് വർധനവ്, ഓൺലൈൻ വ്യാപാരം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്നതിനു പുറമെ മുക്കം ടൗൺ രണ്ടാം ഘട്ട സൗന്ദര്യവൽക്കരണത്തിൻ്റെ കാരണത്താൽ നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധിയുമാണ് ചെറുകിട വ്യാപാരികൾ നേരിടുന്നത്. ഒരു വർഷത്തോളമായി പുതിയ സ്റ്റാൻഡിൽ ഉൾപ്പെടെ ബസ് ഗതാഗതം നിർത്തലാക്കിയിരിക്കുകയാണ്. ഇനിയും പ്രവൃത്തി പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം വലിയ സാമ്പത്തിക ബാധ്യതയാണ് വ്യാപാരികൾക്കുണ്ടായിട്ടുള്ളത്. സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഹരിതകർമ്മസേനയുടെ ഫീസ് 100% വർദ്ധിപ്പിക്കാനാണ് കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ തീരുമാനിച്ചത്. ഈ തീരുമാനത്തിനെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനമെടുത്തത്. വ്യാപാരദ്രോഹ നടപടിയിൽ നിന്ന് നഗരസഭ പിന്മാറണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. ചെറുകിട വ്യാപാര മേഖലയിലെ വ്യാപാരികളെ വളരെയധികം പ്രതിസന്ധിയാക്കുന്ന ഒരു തീരുമാനമാണ് നഗരസഭയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഹരിതകർമ്മസേനയുടെ ഫീസ് 50 രൂപയിൽ നിന്ന് 100 രൂപയാക്കി ഉയർത്താൻ വേണ്ടി കഴിഞ്ഞ ബോർഡ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ചെറുകിട വ്യാപാര മേഖലയിൽ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. വാടക വർധനവ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, വൈദ്യുതി ചാർജ് വർധനവ് ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, പുതിയ പരിഷ്കാരം ലൈസൻസുമായി ബന്ധപ്പെട്ട ലൈസൻസ് ഫീസ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് മുനിസിപ്പാലിറ്റിയിൽ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ തൊഴിൽ നികുതിയും അതുപോലെ തന്നെ അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് വളരെയധികം ഒരു 2-3 വർഷമൊക്കെ ഈ തൊഴിൽ നികുതി സ്വാഭാവികമായിട്ടും വ്യാപാരികൾ 5 വർഷം ലൈസൻസ് എടുത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ട് മറന്നു പോകും. ആ മറന്നു പോകുന്ന ആളുകൾക്കൊക്കെ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ 10,000-18,000 രൂപയാണ്. ഇതൊക്കെ വ്യാപാരികളുടെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിക്ക് കാരണമാകും. നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടമാണ്. അതുപോലെ നമുക്കറിയാം, മുക്കത്തിൻ്റെ രണ്ടാം ഘട്ട സൗന്ദര്യവൽക്കരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് വ്യാപാരികളെ. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ചാന്ദിനിയും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറിയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് വിഷയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അവർ അതുമായി ബന്ധപ്പെട്ട തീരുമാനം കുറഞ്ഞ ദിവസം നമ്മൾ അറിയിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തീരുമാനം നമുക്ക് അനുയോജ്യമായ രൂപത്തിൽ അല്ലെങ്കിൽ വളരെ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരള വ്യാപാര സേവന സമിതി സംഘടനാപരമായി തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക, പി പ്രേമൻ, പി അലി അക്ബർ, ജിൽസ് പെരിഞ്ചേരി, പി അബ്ദുൽ മജീദ്, MT അസ്ലം, VP അനീസുദ്ദീൻ, K പുരുഷോത്തമൻ തുടങ്ങിയവരാണ് നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകിയ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.